ഹായ് എവ്രി വൺ, നമ്മളിന്ന് പോകുന്നത് ക്യൂ ഗാർഡൻസിലേക്കാണ്. ഇത് ക്യൂ ഗാർഡൻ സ്റ്റേഷനാണ്. അവിടെ നിന്നൊരു 6 മിനിറ്റ്സ് നടന്നാൽ ഈ വിക്ടോറിയ ഗേറ്റിലെത്താം. എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ലണ്ടനിലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ക്യൂ ഗാർഡൻസ്. ഇത് ക്യൂ ഗാർഡൻസിനുള്ളിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ കിട്ടും. ബുക്സ് ഉണ്ട്, സോപ്സ് ഉണ്ട്, ഹാൻഡ് വാഷസ് ഉണ്ട്. ഇതിനുള്ളിലൊരു കഫേ ഉണ്ട്. പിന്നെ സൂനിയേഴ്സ് കിട്ടും, ഗാർഡനിങ്ങിന് വേണ്ട ഐറ്റംസ്, പ്ലാന്റ്സ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ക്യൂ ഗാർഡൻസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യൂ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി ഗാർഡനൊക്കെ കാണാൻ പോവുകയാണ്. ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. അതിൽ നമുക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ പേഴ്സൻ്റെ എടുക്കാം, 2 പേർക്കുള്ളത് എടുക്കാം, ഫാമിലി ആയിട്ടുള്ളത് എടുക്കാം. പിന്നെ മെമ്പർഷിപ്പ് കാർഡ്സും ഉണ്ട്. അതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇയറിൽ ഒത്തിരി തവണ വിസിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടമാണ്, ക്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വരുന്നതിന് മുന്നേ ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം മിക്കപ്പോഴും ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് നടക്കുമായിരിക്കും. അപ്പോൾ ഗാർഡൻ ചിലപ്പോൾ കുറച്ച് നേരത്തെ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് ഗാർഡനിങ് വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി പോകാൻ പോകുന്നത് ഒരു ഗ്ലാസ് ഹൗസിനകത്തേക്കാണ്. ക്യൂവിനകത്ത് ഒത്തിരി ഗ്ലാസ് ഹൗസസ് ഉണ്ട്, അതിലൊരെണ്ണമാണിത്. ഈ ഗ്ലാസ് ഹൗസിൻ്റെ പേര് പാം ഹൗസ് എന്നാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കോണ്ടിനെൻസിൽ നിന്നുള്ള പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ പ്ലാന്റ്സിനെ ഇവരിവിടെ വളർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഏഷ്യ, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കോണ്ടിനെൻസിൽ നിന്നുള്ള ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ റൂഫ് ഇവരൊരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഈ സ്റ്റെയർസ് എടുത്ത് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പ്ലാന്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒത്തിരി ഏരിയ ഉണ്ട് ക്യൂ ഗാർഡൻസിൽ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 300 ഏക്കേഴ്സിൻ്റെ മുകളിൽ ഏരിയ തന്നെയുണ്ട്. പിന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര റിച്ചാണ്.
ഈ ഗ്ലാസ് ഹൗസ് കണ്ടതിന് ശേഷം നമ്മളിനി പോകാൻ പോകുന്നത് ഇവിടുത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്, വാട്ടർ ലില്ലി ഹൗസ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആമസോൺ വാട്ടർ ലില്ലീസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വാട്ടർ ലില്ലീസാണ്. വിക്ടോറിയ ആമസോണിക്ക എന്നാണ് ഈ സ്പീഷീസിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വലിപ്പം കൂടുതലാണിതിന്. 1852 ഇവരിത് ക്യൂവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് ഇവരൊരു കോമ്പറ്റീഷനെല്ലാം വെച്ചിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലവർ വിക്ടോറിയ രാജ്ഞിക്ക് പ്രസൻ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ വാട്ടർ ലില്ലി ഹൗസെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്, അവരെ കാണാം. ഗ്രേ ലാഗൂസ് എന്നാണ് ഇവരുടെ പേര്. ഇത് കൂടാതെ പുറകിൽ നിങ്ങൾക്ക് വേറെ കുറച്ച് കാണാൻ പറ്റും, അത് കാനഡ ഗൂസാണ്. ഞാനെപ്പോൾ വരുമ്പോഴും ഇവരിവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത് കാണാറുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവർ. ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന കുറേ സ്പേസസ് ഉണ്ട്. അവിടെ ഇങ്ങനെ കുറേ ബെഞ്ചസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ അവിടെ പോയിരിക്കാം, ബുക്സ് വായിക്കണമെങ്കിൽ ബുക്സ് വായിക്കാം, ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളവർക്കാണെങ്കിൽ അത് കഴിക്കാം. ഇതൊരു വീക്ക് ഡേ ആണ്, പക്ഷേ ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് സ്കൂൾ അവധിയാണ്. അപ്പോൾ അത് കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഓട്ടം സീസൺ ആയതുകൊണ്ട് ഇല കൊഴിയുന്ന ട്രീസിൻ്റെ എല്ലാം ഇലയെല്ലാം ഇപ്പോൾ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഇത് ഓറഞ്ചറി എന്ന് പറഞ്ഞിട്ട് ഇതിനുള്ളിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. നമുക്കപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാം. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇതൊരു മീല് പോലെയാണ്. റൈസ് ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ ഒരു ചിക്പീയുടെ ഒരു കറി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സോസ്. ഇത് 1761 ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം പഴയ ബിൽഡിംഗ് ആണ്, പക്ഷെ കാണാൻ നല്ല രസമാണ്. നമ്മളിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി.
ഇനി നമ്മൾ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കാണാൻ പോകുന്നത്, ക്യൂ പാലസ്. ഇപ്പം വിൻ്റർ ആയത് കാരണം പാലസ് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇതിനു മുന്നേ 1-2 തവണ കണ്ടിട്ടുള്ളതാണ്. നല്ല രസമാണ് കാണാനൊക്കെ. ഇത് നിങ്ങൾക്കറിയാമായിരിക്കും, പണ്ട് ജോർജ് III എന്ന് പറയുന്ന കിങ്ങും അദ്ദേഹത്തിൻ്റെ ക്വീനായിട്ടുള്ള ഷാർലറ്റും പിന്നെ അവരുടെ കുട്ടികളും എല്ലാവരും കുറച്ച് നാൾ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ക്വീൻസ് ഗാർഡനിലേക്കാണ്. ഈ പാലസിൻ്റെ പുറകിലായിട്ടാണ് ഈ ഗാർഡൻ വരുന്നത്. പാലസ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണെങ്കിലും നമ്മൾക്ക് ഗാർഡൻ കാണാനുള്ള ആക്സസ് ഉണ്ട്. സ്പ്രിംഗ് സീസണിലാണ് ഈ ഗാർഡൻ കാണാൻ നല്ലത്. ആ സമയത്ത് ഇവിടെ കുറേ റോസസും മറ്റ് ഫ്ലവേഴ്സും എല്ലാം വളർന്നു നിൽക്കും. ഇപ്പോൾ പക്ഷേ അങ്ങനെ അധികമൊന്നുമില്ല. ക്യൂ ഗാർഡൻസിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരിക്കും. ഇടയ്ക്ക് ഇവിടെ ഓർക്കിഡ് ഫെസ്റ്റിവൽസ് വരാറുണ്ട്. പിന്നെ ക്രിസ്മസ് അറ്റ് ക്യൂ എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്, ഹാലോവിൻ അറ്റ് ക്യൂ എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്. അതെല്ലാം തന്നെ നല്ലതായിരിക്കും. മിക്കതും ലൈറ്റ് വർക്ക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം നമ്മൾ റോസ് ഗാർഡനിലേക്കാണ് വന്നിരിക്കുന്നത്. ക്യൂവിൻ്റെ ഉള്ളിലൊരു പ്രത്യേകമായിട്ട് റോസ് ഗാർഡൻ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ അധികം ഫ്ലവേഴ്സൊന്നുമില്ല, കാരണം ഓൾമോസ്റ്റ് വിൻ്റർ ആവാറായതുകൊണ്ട് ഫ്ലവേഴ്സൊന്നും തന്നെയില്ല. പക്ഷേ സ്പ്രിംഗ് സീസണിൽ കാണാൻ നല്ല രസമാണ്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് റോസസ് ഉണ്ട്. സ്പ്രിങ്ങിൽ നിങ്ങൾ ഈ റോസസ് കാണാൻ വേണ്ടി മാത്രമായിട്ടൊരു ദിവസം വന്നാലും വളരെ വർത്തായിരിക്കും. ഈ ഗ്ലാസ് ഹൗസസും ഗാർഡൻസും കൂടാതെ ക്യൂവിൻ്റെ ഉള്ളിലൊരു ആർട്ട് ഗാലറിയും പിന്നെ ഒരു ചെറിയ മ്യൂസിയവും എല്ലാം ഉണ്ട്. ഇതിവിടെയുള്ളൊരു ഗ്ലാസ് ഹൗസാണ്. ക്യൂവിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒത്തിരി ഗ്ലാസ് ഹൗസസ് ഉണ്ട്. ഇതിനുള്ളിലും ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. കാണാൻ നല്ല രസമാണ്. ഇന്ന് പക്ഷേ ഇതിപ്പോൾ അടച്ചു പോയി, അത് കാരണം നമുക്കതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. പക്ഷെ ഞാനിതിന് മുന്നേ കയറി കണ്ടിട്ടുള്ളതാണ്. നല്ല രസമാണ് കാണാൻ. ഈ ഗ്ലാസ് ഹൗസിനുള്ളിൽ ടെമ്പറേറ്റ് റീജിയൻസിൽ കാണുന്ന പ്ലാന്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂഷ്വലി ഇവിടെ ഒരു ഓർക്കിഡ് ഫെസ്റ്റിവൽ വരാറുണ്ട് ക്യൂ ഗാർഡൻസിൽ. ആ ഓർക്കിഡ് ഫെസ്റ്റിവലും ഇവർ പക്ഷേ ആ സമയത്ത് ഈ ഗ്ലാസ് ഹൗസ് കൺവേർട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ വെച്ചാണ് യൂഷ്വലി നടത്താറുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്യൂ ഗാർഡൻസിൻ്റെ ഉള്ളിലുള്ളൊരു പഗോഡയാണ്.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ക്യൂ ഗാർഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യണം. വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റാവുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഒരു ഫുൾ ഡേ എങ്കിലും വേണ്ടി വരും ഇത് കുറച്ചെങ്കിലും ഒന്ന് കാണാൻ. ഇനി വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ക്യൂവിനുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ജാപ്പനീസ് ഗാർഡൻ.